الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷരെ, ഹ്രസ്വമായ വാക്കുകൾ കൊണ്ട് ഭംഗിയായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട വന്ദ്യരായ ഉസ്താദ് അവറുകളെ, ബഹുമാനമുള്ള മറ്റു ഉലമാക്കളെ, മറാക്കളെ, നാട്ടിൻ്റെ സുന്നത്തിമായത്തിൻ്റെ ദീനിൻ്റെ നായകന്മാരെ, ദീനീ കാര്യങ്ങളിലെ കാര്യദർശികളെ, ദീനിൻ്റെ പ്രതീക്ഷയായ ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരെ, ബഹുമാനമുള്ള വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് വലിയ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. അല്ലാഹു ഈ മജ്ലിസിനെ ഖൈറ് കൊണ്ടും ഇജാബത്ത് കൊണ്ടും അനുഗ്രഹിച്ച മജ്ലിസാക്കി തരട്ടെ. ഖൈറായ വാക്കുകൾ പറയാനും സമുദായത്തിനെ നേരായ വഴിക്കെത്തിക്കുന്ന പ്രയോഗങ്ങളും വാക്കുകൾ കൊണ്ടും ഈ മജ്ലിസിനെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. സല്ലാത്തുകളെ തൊട്ടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ഖൈറും എല്ലാ റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, ആമുഖമൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. തണുപ്പുള്ള ഒരു സമയമാണ്, ഉള്ള സമയം. ഗൗരവമായ ഒരു വിഷയം പറയുക, ചിന്തിക്കുക എന്നതാണ് ഈ ഒരു നോട്ടീസിൽ പറഞ്ഞതുപോലെയുള്ള പോലെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സംസാരിക്കാനാണ് നോട്ടീസിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ചില കാര്യങ്ങൾ, ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പണ്ട് കേരളത്തിൽ 8-10 വർഷം മുമ്പ് ഇത്തരം ചർച്ചകൾ ഗൗരവമാകുന്നതിന് മുമ്പ് റബ്ബിന്റെ സഹായത്താൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ചില അടുത്ത ഭാഗങ്ങളാണ്, അതിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്.
നിങ്ങളെല്ലാവരും വളരെ ചിന്തിച്ച് മനസ്സിലാക്കണമെന്നും നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞതുപോലെ ഈ മജ്‌ലിസിൽ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ സത്യദീനിനെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളുടെ ഉൾപ്പൊരുളിനെയും മനസ്സിലാക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് പരമാവധി നമ്മൾ നേരിലേക്കും നേരിൻ്റെ പന്ഥാവിലേക്കും അതിൻ്റെ പ്രയോഗത്തിലേക്കും മടങ്ങുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ മുഖ്യമായ ലാഭം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വാക്കുകൾ ഇന്ന് പ്രഭാഷണങ്ങളെല്ലാം കേവലം ഒരു ഘോഷം പോലെയാണ്. അതിങ്ങനെ ഒരു ആഘോഷം പോലെ കേൾക്കുക, കളയുക എന്നതിനപ്പുറം അതിൻ്റെ ഗൗരവമായ കാര്യത്തെക്കുറിച്ചോ അത് എന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചോ ഭൂരിഭാഗം ജനങ്ങളും ചിന്തിക്കുന്നില്ല എന്നതാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ദൗർഭാഗ്യം. അതിന് പകരം നമ്മളെല്ലാം എത്തി നിൽക്കുന്ന ഒരു ഭയാനകമായ വിഷയമാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അതെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യവുമാണ്. ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ കൂടുതൽ അധ്യായങ്ങളുടെയും സൂചന ഖിയാമത്ത് നാളിനെ പറ്റിയാണ്. കൂടുതൽ അധ്യായത്തിന്റെ നാമാർത്ഥവും ഖിയാമത്ത് നാൾ തന്നെയാണ്. ചിന്തിക്കുക. എല്ലാ രാത്രിയിലും പാരായണം ചെയ്യേണ്ട അധ്യായമാണ് അൽ വാഖിഅ. എന്താണ് ഈ അൽ വാഖിഅ എന്നാൽ അർത്ഥം? സംഭവം എന്നാണ്. ഏതാണ് ഈ സംഭവം? ആ സംഭവം ഖിയാമത്ത് നാളാണ്. അതുപോലെയുള്ള ഒരു സംഭവം ഇല്ല. അതാണ് സംഭവം. മറ്റൊരു അധ്യായത്തിന്റെ പേര് അന്നബ് എന്നാണ്. എന്താണ് ഈ അന്നബ് എന്ന വാക്കിന്റെ അർത്ഥം? അന്നബ് എന്നാൽ വാർത്ത എന്നാണ്. വാർത്ത. ഏതാണ് ഈ വാർത്ത? അനിന്നബഇൽ അളീം, മഹാവാർത്ത. അതേതാണ് ആ വാർത്ത? അത് ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള വാർത്തയാണ്. ഒരു അധ്യായത്തിന്റെ നാമം തന്നെ അൽ ഖിയാമ എന്നാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ഒരു നാമം തന്നെ അൽ ഖിയാമ എന്നാണ്. ഒരു അധ്യായത്തിന്റെ പേര് ഇൻഷിഖാഖ് എന്നാണ്. ഇൻഷിഖാഖ് പൊട്ടിപ്പിളരലാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതും ഉദ്ദേശ്യം ഖിയാമത്ത് നാളാണ്. മറ്റൊരു അധ്യായത്തിന്റെ പേര് ഇൻഫിത്താർ എന്നാണ്. എന്താണ് ഉദ്ദേശ്യം? ഖിയാമത്ത് നാളാണ്. മറ്റൊരു അധ്യായത്തിന്റെ പേര് തക്വീർ എന്നാണ്. എന്താണ് ഉദ്ദേശ്യം? ഖിയാമത്ത് നാളാണ്. മറ്റൊരു അധ്യായത്തിന്റെ പേര് അൽ ഖാരിഅ എന്നാണ്. ശക്തമായ അടി, ഘോരമായ അടി, ഗോളങ്ങളുടെ കൂട്ടിയടിയാണ്. എന്താണ് ഉദ്ദേശ്യം? ഖിയാമത്ത് നാളാണ്. ഒരു അധ്യായത്തിന്റെ പേര് അൽ സിൽസാൽ എന്നാൽ പ്രകമ്പനം എന്നാണ്. എന്താണ് ഉദ്ദേശം? ഖിയാമത്ത് നാളാണ്. മറ്റൊരു അധ്യായത്തിന്റെ പേര് അൽ ഗാശിയ എന്നാണ്. എല്ലാത്തിനെയും മൂടുന്നത്. എന്താണ് ഉദ്ദേശ്യം? ഖിയാമത്ത് നാളാണ്. ഇങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏകദേശം സൂറത്തുകളുടെ ഹെഡിങ്ങളുടെ പോലും ഉദ്ദേശ്യം ഖിയാമത്ത് നാളാണ്. ഏകദേശ വിഷയങ്ങളെല്ലാം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഖുർആനിൽ 1/3 ചർച്ചയും ഖിയാമത്ത് നാളാണ്. വ്യക്തമായും സൂചനയായിട്ടും ആ ഒരു കാര്യം തന്നെയാണ് ഖുർആൻ അടിക്കടി എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഗൗരവമായ ആയത്തിലെ പരിശുദ്ധ ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ എന്താ ലക്ഷ്യം? എന്താ ഉദ്ദേശ്യം? ഖിയാമത്ത് നാളാണ്. അല്ലാഹു തആല ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതിനൊരുപാട് അടയാളങ്ങളുണ്ട്. ആ അടയാളത്തിലെ ഒന്നാമത്തെ അടയാളം മൗത്ത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായാൽ ഏത് സന്ദർഭത്തിലും ഖിയാമത്ത് നാൾ ഉണ്ടാകാവുന്നതാണ്.
അപ്പോൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ ഉദ്ഘാടനം ആരംഭിച്ച് തന്നെ 1400 കൊല്ലത്തിലേറെയായി. ഇത് ഹിജ്റ 1439 ഹിജ്റ 10 മുത്ത് മുഹമ്മദ് മുസ്തഫ വഫാത്തായി. പുണ്യ മുഹമ്മദ് മുസ്തഫ അപ്പോൾ വഫാത്തായിട്ട് തന്നെ 1429 വർഷമായി. ഈ 1429 വർഷം മുമ്പാണ് ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളം. ആദ്യത്തെ അടയാളം എന്താണ്? അത് ഹബീബായ നബിയുടെ വഫാത്താണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അടയാളം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് അനവധിയായി. പിന്നെ എണ്ണിപ്പറഞ്ഞിട്ടുള്ള അടയാളങ്ങളിൽ 99% അടയാളങ്ങളും പുലർന്നു കഴിഞ്ഞു. ഇനിയുള്ള അടയാളമോ? ഇനിയുള്ള അടയാളം 10 അടയാളങ്ങളിൽ തന്നെയും ചിലതെല്ലാം പ്രത്യക്ഷപ്പെട്ടു. യജൂജ് മഅജൂജ് പോലെ യൂറോപ്യന്മാർക്ക് ലോകത്തുണ്ടാകുന്ന ഒരു നിഗളിപ്പ്, അതാണ് യജൂജ് മഅജൂജ് കൊണ്ട് ഉദ്ദേശ്യം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൂഫാൻ കഴിഞ്ഞപ്പോൾ ബാക്കിയായ ആൺകുട്ടികൾ 3 ആളാണ്. ഒന്ന് സാമ്, ഒന്ന് ഹാമ്, ഒന്ന് യാഫത്ത്. സാമിൽ നിന്ന് മധ്യേഷ്യൻ വർഗങ്ങൾ ഉണ്ടായി. പിന്നെ ഏഷ്യയിലും മറ്റുമൊക്കെ ആഫ്രിക്കയിലും ഒക്കെയുള്ള ചില വെളുത്ത ജനങ്ങളും. ഹാമിൽ നിന്ന് എത്യോപ്യക്കാരും സുഡാനികളും അടക്കമുള്ള കറുത്ത വർഗക്കാർ ഉണ്ടായി. യാഫസ് നേരെ പടിഞ്ഞാറോട്ട് പോയി. യാഫസിന് പടിഞ്ഞാറിൽ പോയി യാഫസ് കല്യാണം കഴിച്ചു. യാഫസിന് ഒരു കുടുംബത്തോടുകൂടെ യാഫസ് നേരെ പടിഞ്ഞാറോട്ട് പോയി. യാഫസിന് 2 കുട്ടികൾ ജനിച്ചു പടിഞ്ഞാറ് വെച്ച്. ഒരാളുടെ പേര് യജൂജ്, ഒരാളുടെ പേര് മഅജൂജ്. അതിൽ നിന്ന് യൂറോപ്യന്മാരുണ്ടായി. ഖാലൂ യാ ദൽ ഖർനൈൻ ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكنني فيه ربي خير فأعينوني بقوة. കണ്ടില്ലേ, കരിങ്കടലിന്റെയും കാസ്പിയൻ കടലിന്റെയും ഇടയിലേക്ക് ചെന്നു ദുൽഖർനൈൻ അലൈഹി സ്വലാത്തു വസ്സലാം. പ്രധാന അഭിപ്രായം നബിയല്ല, പക്ഷെ ഖുർആനിൽ പറയപ്പെട്ട ഒരു മഹാനാണ്, വലിയ വലിയാണ്, വലിയ ആരിഫാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ദുൽഖർനൈൻ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. അലക്സാണ്ടർ അല്ല, അലക്സാണ്ടർ BC 4-ാം നൂറ്റാണ്ടിലാണ്, ഇത് BC 20-ാം നൂറ്റാണ്ടിലാണ്. വളരെ ചില ആളുകൾ പറയാറുണ്ട് ഇത് ഗ്രേറ്റ് അലക്സാണ്ടർ ആണെന്ന്. അല്ല, ഗ്രേറ്റ് അലക്സാണ്ടർ ഒരു പക്ഷേ ഈ പ്രസംഗത്തിനിടയിൽ ഞാൻ ചിലപ്പോൾ സൂചിപ്പിക്കും. ഗ്രേറ്റ് അലക്സാണ്ടർ അല്ല, ഗ്രേറ്റ് അലക്സാണ്ടർ BC 4-ാം നൂറ്റാണ്ടിലാണ്, ഇത് BC 20-ാം നൂറ്റാണ്ടിലാണ്. മഹാനായ ദുൽഖർനൈൻ അലൈഹി സ്വലാത്തു വസ്സലാം. ചിന്തിക്കണം, അദ്ദേഹം പടിഞ്ഞാറോട്ട് പോയി. പടിഞ്ഞാറ് ചെന്നപ്പോൾ ഒരു നാട്ടുകാർ പറഞ്ഞു, യജൂജ് മഅജൂജിന്റെ ശല്യം കൊണ്ട് കുഴങ്ങി. ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. നിങ്ങൾ അർമേനിയയുടെയും അസർബൈജാന്റെയും ഇടയിൽ ഒരു മതിൽക്കെട്ടുണ്ടാക്കി തരുക. ആ മതിൽക്കെട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ നാശകാരികളായ നിവാസികൾ യജൂജ് മഅജൂജുകാരുടെ ആക്രമണം ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ലല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് കരം പിരിച്ചു തരാം, നികുതി അടച്ചോളാം. ദുൽഖർനൈൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ. എനിക്ക് എൻ്റെ റബ്ബ് തന്നത് തന്നെ ധാരാളമുണ്ട്, നിങ്ങളുടെ നികുതിയുടെ ആവശ്യം ഇല്ല. ഫഅഈനൂനി ബിഖുവ, നിങ്ങൾ മാൻ പവർ കൊണ്ട് എന്നെ സഹായിച്ചാൽ മതി എന്ന് സയ്യിദുന ദുൽഖർനൈൻ അലൈഹി സ്വലാം. അവർ ലോകത്ത് 20-ാം നൂറ്റാണ്ടോടുകൂടെ അവരുടെ നിഗളിപ്പ് AD 19 നൂറ്റാണ്ടുകളിലൊക്കെ അവർ നിഗളിപ്പ് വന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് 18-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ കടന്നാക്രമിച്ചു. വലിയ മാറ്റങ്ങളുണ്ടായി. ഷാമും ഈജിപ്തുമെല്ലാം അയാളുടെ വലിയ നാശകരമായ ആക്രമണങ്ങൾക്ക് വിധേയമായി. 1000-ലേറെ കൊല്ലമായ ബഹുമാനപ്പെട്ട അസ്ഹർ ഷരീഫ് 1000-ലേറെ കൊല്ലമായി, 1000 ചില്ലാനം കൊല്ലമായി
ലോകത്തെ ഇസ്ലാമിന്റെ വിജ്ഞാനത്തിന്റെ പ്രഭചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അസ്ഹർ ഷരീഫിനെ ഇടിച്ച് പൊളിച്ച് നിരപ്പരിശാക്കി നെപ്പോളിയൻ ബോണപ്പാർട്ട് AD 1798. അതൊക്കെ യജൂജ് മഅജൂജിന്റെ ആക്രമണമാണ്. അപ്പോൾ പണ്ട് കെട്ടിയിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ആ കെട്ടിയന്റെ കാലഘട്ടത്തിൽ തന്നെ പൊട്ടിയിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. യജൂജ് മഅജൂജിന്റെ കാലഘട്ടം ഇതാ എന്റെ കാലഘട്ടത്തിൽ തന്നെ അവരുടെ കെട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാന്റെ കൽപ്പന വരുന്നത് വരെ മാത്രമേ അവർ യജൂജ് മഅജൂജ് യൂറോപ്പിൽ നിൽക്കൂ. അത് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് അവർ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ കടന്നാക്രമിക്കുമെന്ന് ബൽഹാനായ ദുൽഖർനൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ ചിന്തിക്കണം. ഇവർ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ ചരിത്രത്തിൽ വരുത്തി. ആധുനിക കാലഘട്ടത്തിൽ അവരുടെ ആക്രമണങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തെ പ്രധാനപ്പെട്ട ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ, പൗരാണിക ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ 3 ഒന്ന് ടുണീഷ്യയിലെ സൈത്തൂന, ഒന്ന് ബഗ്ദാദിലെ നിളാമിയ, മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഈജിപ്തിലെ അസ്ഹർ ഷരീഫ്. അവിടെ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാം, ന്യൂ ഇയർ ആണെങ്കിലും റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ സൗകര്യമുള്ള ആളുകൾ ഇവിടെ ഇരുന്നാൽ മതി. വലിയ ന്യൂ ഇയർകാർക്ക് എണീറ്റ് പോകാവുന്നതാണ്. മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു സലാത്ത്, മുത്തറസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്തൊക്കെ ചെല്ലാൻ കഴിയുന്ന ആളുകൾ മാത്രം ഇരുന്നാൽ മതി. അല്ലാത്തവർക്ക് എൻ്റെ മജ്‌ലിസ് ഹറാമാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മജ്‌ലിസ് അല്ല. എൻ്റെ മജ്‌ലിസ് അള്ളാഹുവിൻ്റെ സഹായത്താൽ അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് പൊരുത്തമുള്ള മജ്‌ലിസ് ആവണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. മുസ്തഫ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറയണം. അതൊക്കെ നാവിൻ്റെ സക്കാത്താണ്. നാവിനുണ്ടൊരു സക്കാത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകത്ത് വേറൊരു ആൺകുട്ടി അങ്ങനെ വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയണം. അത്ര വലിയ മഹാനാണ് അബൂ ഹാമിദ് അൽ ഗസാലി. ഈ അസ്ഹർ ഷരീഫിന്റെ തിരുമുറ്റത്ത് വിജ്ഞാനവും കൊണ്ട് വന്നിട്ടുണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസ്വാരി അവിടെ പഠിച്ചിട്ടുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടെ പഠിച്ചിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടെ പഠിച്ചിട്ടുണ്ട്. പൊന്നാനിക്കട്ടിൽ കിടക്കുന്ന മഖ്ദൂമുൽ കബീർ അൽ മഅബരി റളിയല്ലാഹു അൻഹു അവിടെ പഠിച്ചിട്ടുണ്ട്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി മുസ്ലിം സമുദായത്തിന്റെ നെറുകയിൽ വിജ്ഞാനത്തിന്റെ പ്രസരണം നൽകുന്ന പ്രകാശ ഗോപുരമായിരുന്നു ബഹുമാനപ്പെട്ട അസ്ഹർ ഷരീഫ്. AD 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് അത് ആക്രമിച്ചു, തകർത്ത് തരിപ്പണമാണ്. അസ്ഹറിലെ ചില പണ്ഡിതന്മാരുടെ കൈവെട്ടി. സുലൈമാനുൽ ഹലബി എന്ന പണ്ഡിതൻ നെപ്പോളിയനെതിരെ വാള് പറഞ്ഞ കാരണത്താൽ സുലൈമാനുൽ ഹലബി എന്ന അസ്ഹർ ഷരീഫിലെ പണ്ഡിതന്റെ വലത്തെ കൈവെട്ടി മാറ്റി. പിന്നെ അദ്ദേഹത്തെ കുന്തത്തിൽ നാട്ടി. അസ്ഹർ ഷരീഫിനെ നിലം പരിശാക്കി ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഇസ്ലാമിക ലോകത്ത് പരിലസിച്ചു നിന്ന വിജ്ഞാന ഗോപുരത്തെ മണ്ണോട് മണ്ണാക്കി തകർത്ത് തരിപ്പണമാക്കി നെപ്പോളിയൻ. ഈ പറയുന്ന നെപ്പോളിയൻ യജൂജ് മഅജൂജിൽപ്പെട്ട ആളാണ്. അപ്പൊ ഈ 10 അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് ഈ അടയാളം. പിന്നീട് ലോകമഹായുദ്ധങ്ങൾ വന്നപ്പോൾ അവർക്ക് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മേൽ അധികാരം ഉണ്ടായി. ഇന്ന് നമ്മളാണ് ഭരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് യജൂജ് മഅജൂജാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, മുഅ്മിനീങ്ങളെ തമാശയല്ല. ഈ 10 അടയാളങ്ങളിൽ പോലും ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വലിയ ഒരു അടയാളമുണ്ട്, നമ്മൾ ചിന്തിക്കണം. 2017 വലിയ ഒരു അടയാളം കൊണ്ടുവന്നു. ഇമ്രാനുൽ ഖുദ്സി ഖറാബ് യത്രിബ
وخراب يثرب خروج الملحمة فتح قسطنطينية وفتح قسطنطينية خروج الدجال എന്ന് قال رسول الله. 2017 രാവിലെ പുതിയ അടയാളം വന്നിരിക്കുന്നു. നിങ്ങൾ ചെവിട്ട് വന്ന് ചിന്തിക്കുക. 10 അടയാളങ്ങളിൽ പെട്ട ഒരു അടയാളമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടാനുള്ള അവസരം ഒരുങ്ങാൻ പോകുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ കാൽവണ്ണയിൽ കൈ തരികിയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങിയാ പോരെ മനുഷ്യന്മാരെ. മനുഷ്യ നീ ചിന്തിച്ചോ, നിനക്കും എനിക്കും ഒരു അല്ലാഹു നൽകിയ മഹാനായ ഒരു നബിയുണ്ട് മുഹമ്മദ് മുസ്തഫ. അന്ത്യനാൾ വരെ സംഭവിക്കാനും കിഴക്കും പടിഞ്ഞാറും ലോകം മുഴുവനും സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടല്ലാതെ മുഹമ്മദ് മുസ്തഫ ഈ മണ്ണിനെ വിട്ട് ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് താഴേക്ക് പോയിട്ടില്ല. മുഹമ്മദ് മുസ്തഫ 2017 ഒരു പുതിയ അടയാളം വന്നിട്ടുണ്ട്. എന്താണത്? ജെറൂസലേമിലേക്ക് ഇസ്രായേലിന്റെ തലസ്ഥാനം മാറ്റി സ്ഥാപിക്കുമെന്നും ജെറൂസലേം വിശ്വേതരമായ ടൂറിസ്റ്റ് സിറ്റിയാക്കുകയും ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഖുദ്സ് ഭരിച്ച് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ത് പറഞ്ഞു? നെതന്യാഹു ഈ ക്രിസ്മസിന്റെ സന്ദർഭത്തിൽ അയാള് ഇസ്രായേൽ പാർലമെന്റിൽ ഇസ്രായേലിൽ നിന്ന് ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അയാൾ എന്ത് പറഞ്ഞു? നിങ്ങൾ അടുത്ത വർഷം വരുക, 2018 ക്രിസ്തുമസ് നാളിൽ നിങ്ങൾ ജെറൂസലേമിലേക്ക് വരുക. ഇന്നത്തെ ജെറൂസലേം ഇങ്ങനെയാവുകയില്ല. ജെറൂസലേം എന്ന് പറഞ്ഞാൽ ഖുദ്സിന്റെ പട്ടണത്തിന്റെ സംസ്ഥാപനത്തിന്റെ അടിസ്ഥാനം മഹാനായ ആദം അലൈഹിസ്സലാം. ജെറൂസലേമിൽ പട്ടണത്തിൽ ആദ്യം താമസിച്ച ആള് സയ്യിദുന ആദം അലൈഹിസ്സലാം. 4 പട്ടണങ്ങൾ സ്വർഗത്തിലെ പട്ടണങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇസ്രായേലിന്റെ തലസ്ഥാനം ജെറൂസലേമിലേക്ക് നാം മാറ്റി സ്ഥാപിക്കുകയാണ്. ജെറൂസലേമിന്റെ നടുവിലാണ്, അതിന്റെ കൽബിലാണ് ബഹുമാനപ്പെട്ട ബൈത്തുൽ മഖ്ദിസ് എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ 2ാമത്തെ പ്രധാനപ്പെട്ട ഖിബ്ലയായ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ഹബീബ പരിശുദ്ധ ഖുർആൻ ശരീഫ് പറഞ്ഞു ജെറൂസലേമിന്റെ കൽബിലാണ്. 4 പട്ടണങ്ങൾ സ്വർഗീയ പട്ടണങ്ങളാണ്. സ്വർഗത്തിലെ പട്ടണങ്ങൾ 4 മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലും പട്ടണമുണ്ട്. സ്വർഗത്തിലെ പട്ടണം 4 പട്ടണങ്ങൾ സ്വർഗീയ പട്ടണങ്ങളാണ്. മക്ക ഒന്ന് മക്കയാണ്. മക്ക സ്വർഗത്തിലും ഉണ്ടാവും. അല്ലാഹു തആല അത് അനുഭവിക്കാൻ തൗഫീഖ് തരട്ടെ. മദീന സ്വർഗത്തിലും ഉണ്ടാവും. മുഹമ്മദ് മുസ്തഫ. ഖുദ്സ് നിൽക്കുന്ന ജെറൂസലേം എന്ന പരിശുദ്ധ ഖുദ്സ് സിറ്റി സ്വർഗത്തിലുണ്ടാവും. ദമസ്ക് എന്ന പട്ടണം സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് അതും സ്വർഗത്തിലുണ്ടാവും. 4 പട്ടണം സ്വർഗത്തിലുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് മക്കയാണ്, ഒന്ന് മദീനയാണ്, ഒന്ന് ഖുദ്സാണ്, ഒന്ന് ഡമസ്കസ് ആണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വർഗത്തിലെ പട്ടണമാണ് ബഹുമാനപ്പെട്ട ഖുദ്സ്. പുണ്യ മുഹമ്മദ് മുസ്തഫ. من أراد أن ينظر إلى بقعة من بقاع الجنة فلينظر إلى القدس قال رسول الله. സ്വർഗത്തിലെ ഒരു പ്രദേശം ഭൂമിയിൽ കാണണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഖുദ്സിന്റെ താഴ്വരയിലേക്ക് നോക്കിയാൽ മദീന മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്.
അല്ലാഹു തആല അവിടെ നമ്മൾ എത്തിക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഖുദ്സിൽ നിന്ന് വന്നതാണ്. ഇൻഷാ അല്ലാഹ് 2018 വീണ്ടും അല്ലാഹു തൗഫീഖ് നൽകിയാൽ ഫെബ്രുവരിയിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഖുദ്സ് വല്ലാത്തൊരു നഗരമാണ്. നാല് പർവ്വതങ്ങൾക്ക് നടുവിലാണ് ഖുദ്സ്. 4 പർവ്വതങ്ങൾക്ക് നടുവിലാണ്. ഒന്ന് ജബൽ മശാരിഫ്, ഒന്ന് ജബൽ മോരിയ, ഒന്ന് ജബൽ സൈത്തൂൻ, ഒന്ന് ജബൽ സുഹയൂൻ. ഈ 4 പർവ്വതങ്ങളിലാണ് പക്ഷികളെ കഷ്ണം കഷ്ണമാക്കിയിട്ട് 4 പർവ്വതത്തിൽ കൊണ്ടുപോയി വെക്കാൻ സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞല്ലോ, റബ്ബേ അരിനീ കൈഫ തുഹീൽ മൗതാ, മരിച്ചവരെ നീ എങ്ങനെ ജീവിപ്പിക്കുമെന്ന് നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ പക്ഷികളെ അറുത്തിട്ട് 4 പർവ്വതത്തിൽ കൊണ്ടുപോയി വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. പക്ഷികളെ അറുത്ത് പക്ഷികളെ 4 പക്ഷികളെ അറുത്ത് കഷ്ണമാക്കിയിട്ട് അല്ലാഹുവിന്റെ നബിയായ മഹാനായ ഇബ്രാഹിം 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. ഒന്ന് ജബൽ മശാരിഫാണ്, ഒന്ന് ജബൽ മൂരിയാണ്, ഒന്ന് ജബൽ സൈത്തൂനാണ്, ഒന്ന് ജബൽ സുഹയൂനാണ്. എന്നിട്ട് വിളിച്ചു, ആ പക്ഷികളെ പേര് ചൊല്ലി വിളിച്ചാൽ ആ പക്ഷികൾ നിങ്ങളുടെ അടുത്തേക്ക് പറന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. പറന്നു വന്നു 4 പക്ഷികളും. ഈ 4 പക്ഷികളിൽ 4 പർവ്വതങ്ങളിൽപ്പെട്ട ജബൽ മോരിയ പർവ്വതത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സയെ സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ആദ്യം നിസ്കരിച്ച ആള് മഹാനായ ആദമാണ് അലൈഹിസ്സലാം. മഹ്ശറിന്റെ കേന്ദ്രം ആ മണ്ണാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ആ നഗരത്തിൽ ഇറങ്ങി വന്നാണ് സയ്യിദുനാ ഇസ്രാഫീൽ കാഹളത്തിൽ ഓടുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. കാഹളത്തിൽ ഊതിൽ ഭൂമിയിലാണ് കാളവുമായി വരും സയ്യിദുനാ ഇസ്രാഫീൽ. ഉറക്കപ്പറ സയ്യിദുനാ ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാഹളവുമായി വരും. എങ്ങോട്ട്? ജെറൂസലേമിലേക്ക്. എന്നിട്ട് കാഹളത്തിൽ ഊതും. എവിടെ വെച്ച്? ജെറൂസലേമിൽ വെച്ച്, ഖുദ്സിൽ വെച്ച്. ആ പട്ടണമാണ് ഇതാ പുതിയ തലസ്ഥാനമാണെന്ന് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊരു മുസ്ലിമിന് കേട്ടിരിക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കുക, എന്തായി പറയുന്നത്? മുഅ്മിനെ ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം, വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ആ പള്ളിയെ പുതുക്കി ആ പള്ളിയെ സ്ഥാപിച്ചത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം. അവിടെ ആദ്യമായി ആരാധിച്ചത് സയ്യിദുനാ ആദം. പള്ളിയായി അത് നിർമ്മിച്ചെടുത്തത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം. അതിനെ പരിശുദ്ധ മസ്ജിദുൽ ഹറാം നിർമ്മിച്ചിട്ട് 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല യുടെ കൽപ്പന പ്രകാരം പരിശുദ്ധ ഖുദ്സിന്റെ പള്ളിയെ നിർമ്മിച്ചു സയ്യിദുനാ ഇബ്രാഹിം. അത് പിന്നെ മനോഹരമായി രത്നങ്ങൾ കൊണ്ടും സ്വർണങ്ങൾ കൊണ്ടും അത് മനോഹരമായി താഴ്ക കുടങ്ങൾ വെച്ച് എമ്പാടും സ്വർണത്തിന്റെ ഉരുപ്പടികൾ വെച്ച് മനോഹരമായ ഖുദ്സ് പള്ളിയായി സംവിധാനിച്ചു മഹാനായ സയ്യിദ്നാ സുലൈമാൻ. പിൽക്കാലത്ത് അസീറിയക്കാർ ആ മഹിതമായ പള്ളിയെ നശിപ്പിച്ചപ്പോൾ അസീറിയക്കാർ അവസാന ദിവസം കൊണ്ടുപോയത് 80ഓളം കുതിരവണ്ടികളിലാണ് സ്വർണം കടത്തിയത് ബാബിലോണിയയിലേക്ക്. അത്രയും വലിയ സ്വർണശേഖരം അതിലുണ്ടായിരുന്നു. അങ്ങനെ അതിനെ മനോഹരമാക്കി സയ്യിദ്നാ സുലൈമാൻ. ലോകം കണ്ട പണക്കാരനായ സയ്യിദ്നാ സുലൈമാൻ സബൂർ വായിക്കാൻ വേണ്ടി രാവിൽ പകലിൽ 5000ഓളം വേദമറിയുന്ന ആളുകളെയും വേദവായനക്കാരായ സബൂർ വായനക്കാരായ 5000 ആളുകളെ പകലിലും 5000 ആളുകളെ രാത്രിയിലും അവിടെ ആ പള്ളിയിലും പരിസരത്തുമായി ഇരുത്തിയിട്ട് തൗറാത്തും സബൂറും വായിപ്പിച്ചു സയ്യിദ്നാ സുലൈമാൻ. അവർക്ക് 5000 ആളുകൾ പകലിൽ സബൂർ ഓടും,
മുഖദ്ദസ് പള്ളിയിൽ 5000 ആളുകൾ രാത്രിയിൽ. അതിന് വഖഫ് നിശ്ചയിച്ചു. ആ വഖഫിൽ നിന്ന് ശമ്പളം കൊടുക്കും. സയ്യിദുനാ സുലൈമാൻ, ഉറക്കപ്പറ സയ്യിദുനാ സുലൈമാൻ. അത് വല്ലാത്തൊരു നഗരമായിരുന്നു. ആ നഗരത്തിന് നഗരഭിത്തി കെട്ടി സയ്യിദുനാ ദാവൂദ്. 5 മൈൽ ദൂരത്താണ് നഗരഭിത്തി കെട്ടിയത്. സയ്യിദുനാ ദാവൂദ് 5 മൈൽ ദൂരത്തിൽ നഗരഭിത്തി കെട്ടി സയ്യിദുനാ ദാവൂദ്. ആ നഗരഭിത്തിക്ക് 34 കവാടങ്ങൾ ഒരുക്കിയ സയ്യിദുനാ ദാവൂദ്. ആ അലങ്കൃതമായ സിറ്റി കാണാൻ വേണ്ടി ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും അവിടെ ആളുകൾ വരുന്നത് പതിവായിരുന്നു. മനോഹരമായ സിറ്റിയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുഴയെ ഒഴുക്കി കടത്തി കൊണ്ടുപോയി. ജയ്ഹൂൻ എന്നൊരു നദി ഉണ്ടായിരുന്നു. ആ നദി ഖുദ്സിലൂടെ ഒഴുകിയിരുന്നു. ഇസ്രായേലുകളിൽ തമ്മാടിത്തരം അധികരിച്ചപ്പോഴാണ് അല്ലാഹു തആല ആ വെള്ളത്തെയും ആ ജലാശയത്തെയും നദിയെയും പിൻവലിച്ചിട്ടുള്ളത്. അതിന്റെ കരകളിൽ അങ്ങിങ്ങായി സ്വാലിഹീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജയ്ഹൂൻ നദിക്കരയിലെ അല്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ട് രാവും പകലും ദിക്റും ചൊല്ലിയിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ പതിവായിരുന്നു. BC 923 മഹാനായ സയ്യിദുനാ സുലൈമാൻ വഫാത്താകുന്നത് വരെ അലൈഹിസ്സലാം. ഉറക്കപ്പറ സയ്യിദുനാ സുലൈമാൻ BC 923 ഹൽഖത്തുൽ ബുറാഖിൽ തന്റെ ഹൽഖത്തുൽ അംബിയായിൽ നബിമാർ കുതിരയെ കെട്ടുന്ന ഒരു വട്ടക്കണ്ണിയുണ്ട്. ആ വട്ടക്കണ്ണിയിൽ തന്റെ കുതിരയെ കെട്ടി മുഖദ്ദസ് പള്ളിയിൽ വന്ന് നിസ്കരിച്ചു. അസ്ർ നിസ്കാരത്തിൽ വഫാത്തായി സയ്യിദുനാ സുലൈമാൻ BC 923. അതുവരെ ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രം അതായിരുന്നു. തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മക്ക കഴിഞ്ഞാൽ എന്നുസാരം മക്കയിൽ. പക്ഷേ അന്ന് നാഗരികതയില്ല. മക്ക അന്ന് നഗരമായിട്ടില്ല. മക്കയിൽ ഒരു പ്രത്യേകമായ ഒരു നഗരം എന്ന് ഇന്നീ കാണുന്ന ജെറൂസലേമിനെ പോലെയുള്ള ഒരു നഗരം എന്ന് മക്കയിലില്ല. ചെറിയ ആൾപ്പാർപ്പുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ചെറിയ ഒരു ആൾപ്പാർപ്പുണ്ട്. അത്ര തന്നെ. ജുർഹും ഗോത്രവും മറ്റും അവിടെ വന്ന് തമ്പടിച്ചു. അവരിൽ നിന്ന് കല്യാണം കഴിച്ചു സയ്യിദുനാ ഇസ്മായിൽ. പിന്നെ അതിന്റെ പരമ്പരയുണ്ടായി ചില്ലറ ആളുകൾ. അതേ സമയത്ത് മക്ക ഒരു ചെറിയ നാടാകുമ്പോഴും ജെറൂസലേം പരിശുദ്ധ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വെന്നിക്കൊടി കാട്ടി പരിലസിക്കുകയായിരുന്നു. അങ്ങനെ ലോകത്തെ തൗഹീദിന്റെ ഏറ്റവും വലിയ വിപ്ലവം നടത്തിയ മണ്ണാണ് ഖുദ്സ്. സ്വർഗത്തിലെ പട്ടണമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. സയ്യിദുനാ ഇബ്രാഹിം ഏറ്റവും ആദരിച്ച പട്ടണമാണ്. ആദരിച്ച പട്ടണത്തിൽ നിന്ന് ചില്ലറ കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖ്ബറ കാണാം. ചാരെ തന്റെ ഭാര്യയായ സാറാ ബീവിയുടെയും അതിന്റെ ചാരെ തന്റെ പൊന്നുമോനായ ഇസ്ഹാഖിന്റെയും അലൈഹിസ്സലാം, അതിന്റെ ചാരെ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയായ റിഫ്ക ബീവിയുടെയും റളിയല്ലാഹു അൻഹ, അതിന്റെ ചാരെ തന്റെ പൊന്നുമോനായ സയ്യിദുനാ യാഖൂബിന്റെയും അലൈഹിസ്സലാം, അതിന്റെ ചാരെ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയായ ലയ്യ ബീവിയുടെയും അലൈഹിസ്സലാം, അതിന്റെ ചാരെ ലോകത്തിന്റെ സൗന്ദര്യ താരമാധാമമായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. മിസ്റിലായിരുന്നു മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറവ് ചെയ്തിരുന്നത്. പക്ഷേ ജെറൂസലേമിന്റെയും ഖലീലിന്റെയും മഹത്വം കാരണം സയ്യിദുനാ യൂശ നബി അലൈഹിസ്സലാത്തു വസ്സലാം മയ്യിത്ത് പെട്ടിയിലാക്കി കൊണ്ടുവന്നിട്ട് പിന്നീട് ഖലീൽ കുന്നിൽ മറവ് ചെയ്തു. ആ പള്ളിയുടെ പ്രധാന ഖുദ്സിന്റെ താഴ്വരയിൽ നിന്ന് ചില്ലറ കിലോമീറ്റർ പോയാൽ ഖലീൽ കുന്ന് കാണാം. ഈ ഖുദ്സിലേക്ക് ഒരു നിലക്ക് സാംസ്കാരികമായും ഭരണപരമായും ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു നാടാണ് ഈ ഖലീൽ എന്ന് പറയുന്നത്. ആ പള്ളിയിൽ പ്രധാനമായി പള്ളിയുടെ ഉള്ളിൽ 7 ഖബറുകളുണ്ട്. ആ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ് ലോക മുസ്ലിമീങ്ങൾ ആ പള്ളിയിൽ പോകുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 1993 തറാവീഹ് റമളാൻ 1993
റമളാൻ 15 തറാവീഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഫലസ്തീനി മക്കൾക്ക് നേരെ തറാവീഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ബാക്ക് ഭാഗത്തോടെ വന്നിട്ട് ഇസ്രായേലി തമ്പാടികൾ നിറയൊഴിക്കുകയും 60ഓളം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാര് സഫിൽ ഷഹീദായി വീഴുകയും ചെയ്തു. 993 പിന്നെ പള്ളി പൂട്ടി പ്രശ്നങ്ങളായി. പിന്നീട് UNA-യുടെ മധ്യസ്ഥതയിൽ പള്ളി തുറന്നു. പള്ളി തുറന്നപ്പോൾ ഇന്ന് പള്ളി രണ്ടാണ്. ഒരു ഭാഗം മുസ്ലിമീങ്ങൾക്കാണ്, ഒരു ഭാഗം ജൂതന്മാർക്കാണ്. നഊദു ബില്ലാഹ്. പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്നതിന്റെ ഒരു കാലടയാളം അവിടെ കാണാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ നമ്മുടെ ഖൽബാണ്. ഇത് 2017 നഷ്ടപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായി. ചിന്തിക്ക് മുസൽമാനെ, ഇതൊന്നും നീ നിന്റെ താരീഖ് പഠിക്കേ. മുസൽമാനെ, താരീഖ് പഠിക്കാത്തവർക്ക് ഖുർആൻ പഠിച്ചിട്ട് എന്ത് കാര്യം? ഖുർആനിന്റെ ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗവും താരീഖ് അല്ലേ? ഖുർആനിൽ ലോക ചരിത്രം പറഞ്ഞ ഇത്ര സംക്ഷിപ്തമായും പറഞ്ഞ ലോകത്തെ വേദഗ്രന്ഥങ്ങൾ ഖുർആനെ പോലെ വേറെ ഇല്ല. ഫാത്തിഹ പോലും, ഫാത്തിഹയുടെ മർമ്മം താരീഖാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നല്ലവരുടെയും മോശപ്പെട്ടവരുടെയും ചരിത്രം പഠിക്കാൻ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു. എനിക്ക് ചൊവ്വായ മാർഗത്തിലേക്ക് ഹിദായത്ത് നൽകണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ, ദുആ ചെയ്തപ്പോൾ, അള്ളാഹു നല്ലതിനെയും നല്ലവരുടെ ചരിത്രവും ചീത്തയാളുകളുടെ ചരിത്രവും പഠിക്കാനുള്ള ഒരു വഴി നമ്മുടെ മുന്നിൽ തുറന്നു തന്നു. നല്ലവരെ അനുധാവനം ചെയ്യാൻ കൽപ്പിച്ചു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമീൻ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. കുട്ടികളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ഇത് ചിന്തിക്കണം. ചരിത്രം പഠിക്കുന്ന വേണം. ചരിത്രം പഠിക്കുക എന്നുള്ള ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. ചരിത്രം പഠിക്കണം. ഖുർആനിലെ ചരിത്രം എന്ന് പറയുന്നത് സത്യത്തിൽ വലിയൊരു ഭാഗം ഖുദ്സിലാണ്, വലിയൊരു ഭാഗം ഷാമിലാണ്. ഖുർആന്റെ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഷാമാണ്. ആയിരക്കണക്കായ നബിമാർ വന്ന നാടാണ് ഷാം എന്ന് പറയുന്നത്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 മക്കളാണ് പ്രധാനം. ഒന്ന് സയ്യിദുനാ ഇസ്മായിൽ, ഒന്ന് സയ്യിദുനാ ഇസ്ഹാഖ്. പ്രധാനപ്പെട്ട 2 മക്കൾ. വേറെയും നബി മക്കൾ ഉണ്ട്. സയ്യിദുനാ ഇബ്രാഹിമിനെ വർക്കപ്പറ സയ്യിദുനാ ഇബ്രാഹിം. വേറെയും മക്കൾ, വേറെ ഭാര്യമാരും ഉണ്ട്, വേറെ മക്കളുമുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഭാര്യമാർ ഒന്ന് മഹദിയായ ഹാജറാണ് റളിയല്ലാഹു അൻഹാ, ഒന്ന് മഹദിയായ സാറാ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. അവർക്ക് 2 ആൾക്കും ഓരോ പൊന്നു മക്കൾ ഉണ്ടായി. ഒന്ന് സയ്യിദുനാ ഇസ്മായിൽ, ഒന്ന് സയ്യിദുനാ ഇസ്ഹാഖ്. ഈ 2 വഴിയാണ് ലോകത്തെ പ്രധാനപ്പെട്ട വഴികൾ. അതിൽ ഇസ്മായിൽ വഴിയിൽ നബിമാർ വന്നതേയില്ല. സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി മക്കയിൽ ഇരുത്തി. പിന്നെ 2500 കൊല്ലത്തോളം അവിടെ നബിമാർ വന്നതേയില്ല. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ, ഓത് ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അവർക്ക് നബിമാർ വന്നില്ല, അവർ അശ്രദ്ധരായി കഴിയുകയാണ്. യാസീൻ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. ഒരു ജനതയെ താക്കീത് ചെയ്യുക. അവരെ പിതാക്കന്മാർക്ക് പ്രബോധകന്മാരെ കിട്ടിയിട്ടില്ല. ഏതാണ് ആ മണ്ണ്? മക്ക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്ക്, തല തുറന്നിട്ട് ചിന്തിക്ക്. എന്നാൽ ഇസ്ഹാഖ് വഴിയിലോ? ഇസ്ഹാഖ് നബിയുടെ മകനാണ് സയ്യിദുനാ യാഖൂബ്. യാഖൂബ് നബിയുടെ മകനാണ് സയ്യിദുനാ യൂസുഫ്. ഇവരെല്ലാം നബിമാരാണ്, മുർസലീങ്ങളാണ്. പിന്നെ 10,000-കണക്കായ നബിമാർ ആ തറവാട്ടിൽ വന്നു. 10,000-കണക്കിന് നബിമാർ വന്നു. 10,000-കണക്കിന് നബിമാർ വന്നു. ആ നബിമാരുടെ ചരിത്രമാണ് സത്യത്തിൽ ഖുർആന്റെ ഹിസ്റ്ററി. അതാണ് ഖുർആൻ പറയുന്ന ചരിത്രം.
അത് ഷാമിന്റെ ചരിത്രമാണ്, അത് ഷാമാണ്. ഉമ്മിനെ ചിന്തിക്കണം. ഇതാ വലിയ ഒരു ആപത്തിലേക്ക് മുസ്ലിം ലോകം ഒരു ആപത്തെ നോക്കി കാണുകയാണ്. പക്ഷേ നടക്കേണ്ടത് നടക്കുമല്ലോ, നിസ്സാരമാണെന്ന് വിചാരിക്കേണ്ട. പല ഘട്ടങ്ങളിലും കേരളത്തിന്റെ പല 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 വേദികളിലും ഞാൻ പറഞ്ഞിരുന്നു, മഹ്ദി പ്രത്യക്ഷപ്പെടാനുള്ള സമയം അടുത്തിട്ടുണ്ട്. ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു, ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് വരും നാളെ വരും എന്നല്ല, പക്ഷേ നീളാൻ സാധ്യത കുറവാണ്. ഒരു പക്ഷേ ഏകദേശം ഇന്നത്തെ ചിത്രം നോക്കിയിട്ട് കാണുന്നത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഇന്ന് ദുനിയാവിൽ ഉണ്ടാകുമെന്നാണ്. മഹ്ദി ഇമാമിന് തന്നെയും ഒരു പ്രത്യേകതയുണ്ട്. 40 വയസ്സായ മഹ്ദിയും ആവാതെ മഹ്ദി ഇമാമിനെ ഞാൻ മഹ്ദിയാണെന്ന് പറഞ്ഞ് ഇമാം മഹ്ദി രംഗത്ത് വരികയില്ല. 40 വയസ്സ് കഴിയാതെ ഞാൻ മഹ്ദിയാണെന്ന് പറഞ്ഞ് മഹ്ദി രംഗത്ത് വരില്ല. അപ്പൊ മഹ്ദി ഒരു പക്ഷെ ഇന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ പോലും മഹ്ദി രംഗത്ത് വരില്ല. ഇമാമുൽ മഹ്ദി അൽ മുൻതളർ, ഇമാമുൽ മഹ്ദി അൽ മുൻതളർ റളിയല്ലാഹു അൻഹു നാളെ വരുന്നല്ല, വരില്ല എന്നുമല്ല, പക്ഷെ സാധ്യത വളരെ അടുത്തിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് എന്തിനും പോണ ആളാക്കും ഇമാം മഹ്ദിയെ അല്ലാഹു. മദീനക്കാരനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു നിർബന്ധ സാഹചര്യത്തിൽ മക്കയിലെത്തും. മക്കയിൽ നിന്ന് ജനങ്ങൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും. മദീനക്കാരും മക്കക്കാരും പിന്നെ ഇറാഖികളും നേതാവായി ബൈഅത്ത് ചെയ്യും. ഒരു രാജാവ്, ഒരു ഹിജാസിലെ രാജാവ് മരിച്ചതിന്റെ ഒരു അരക്ഷിതാവസ്ഥ ഹിജാസിൽ ഉണ്ടാവുകയും ചെയ്യും. ആരാണ് ഈ രാജാവ് അറിയൂല. ആരുമാവാം. പക്ഷെ ഒരു രാജാവിന്റെ മരണത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഹിജാസിൽ ഉണ്ടാകും. ചില കുഴപ്പങ്ങളും ഹിജാസിൽ ഉണ്ടാകും. അത് സംബന്ധമായി ഒരാൾ മദീനയിൽ നിന്ന് വരും. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് എന്റെ പേര് പോലെയായിരിക്കും. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേര് പോലെയുമായിരിക്കും. ഇസ്ലാമിയത്തിനെ ഹയാത്താക്കാൻ വേണ്ടി അദ്ദേഹം യുദ്ധം ചെയ്യും. അറബികൾക്ക് വലിയ ക്ഷണം പറ്റിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം വരിക. എവിടെയാണ് ഈ ക്ഷണം? എവിടെയാണ് അറബികൾക്ക് ക്ഷണം പറ്റാൻ പോകുന്നത്? മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഹദീസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കേട്ടോ, ആദ്യം പറഞ്ഞ ഹദീസ് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. عمران القدسي خراب يثرب وخراب يثرب خروج الملحمة وخروج الملحمة فتح قسطنطينية وفتح قسطنطينية خروج الدجال. ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്താ ഈ പറഞ്ഞത്? ഉംറാനുൽ ഖുദ്സി, ബൈത്തുൽ മുഖദ്ദസിൽ പുതിയ നാഗരികത ഉണ്ടാവുക. ജെറൂസലേം സിറ്റി ഒരു ഇന്റർനാഷണൽ സിറ്റിയായി പരിവർത്തിക്കപ്പെടുക. അവിടെ വലിയ ഒരു സിറ്റി, ഒരു നാഗരിക സിറ്റിയായി അതിനെ അഡ്വാൻസ് ചെയ്യപ്പെടുക. പറഞ്ഞില്ലേ, അടുത്ത 2018 നിങ്ങൾ ഈ ക്രിസ്മസ് നാളിൽ നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വന്നാൽ, ഇന്ന് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പറഞ്ഞത്, അടുത്ത ക്രിസ്മസിന് നിങ്ങൾ ഈ ഖുദ്സിലേക്ക് നിങ്ങൾ വന്നാൽ ഇത് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന സിറ്റിയാക്കി ഞാൻ മാറ്റും. ഞാൻ അന്ന് ഇവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡായി നിൽക്കുമെന്ന് ലോകത്തെ ഏതൊരാളെയും ടൂറിസ്റ്റിനെയും ആകർഷിക്കുന്ന സിറ്റിയാക്കി ഞാനിത് മാറ്റും എന്ന് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ചിന്തിക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? ഉംറാനുൽ ഖുദ്സി, ഖുദ്സിന്റെ താഴ്വരയിൽ പുതിയ നാഗരികത ഉണ്ടാകൽ. ഖറാബു യസ്രിബ,
മദീന തകരാൻ കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു പുതിയ നാഗരിക വന്നാൽ മക്കായും മദീനയും തകരും എന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ മുഹമ്മദ് മുസ്തഫ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ആ ഭരണകൂടവും ആ രാജ്യത്തിനും വലിയ ക്ഷതം സംഭവിക്കും എന്ന് പുണ്യ റസൂൽ. ഉറക്കെ പറ പുണ്യ റസൂൽ. യസ്രിബ് എന്ന വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രയോഗിച്ചത്. മദീന എന്ന് പോലുമല്ല. യസ്രിബ് മദീനയുടെ പൗരാണിക നാമമാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്കിടാ ഇസ്രായേലിന്റെ തലസ്ഥാനം ടെൽ അവീവാണ്. ടെൽ അവീവിൽ നിന്ന് തലസ്ഥാനം ഇതാ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയുള്ള പടപ്പുറപ്പാടിനാ നടത്തിക്കൊണ്ടിരിക്കുന്നു. 2017 അതിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇതാ അത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിറ്റിയായി ജെറൂസലേമിനെയും ഖുദ്സിനെയും പരിവർത്തിക്കപ്പെടും. അങ്ങനെ വന്നാൽ ഖുദ്സും പരിസരവും സിറ്റിയും ആ മനോഹരമായ നാടും പുതിയ നാഗരികരായ ഏറ്റവും വലിയ നാഗരികതയും പരിഷ്കാരങ്ങളും നഗരവൽക്കരണവും അവിടെ വന്നു കഴിഞ്ഞാൽ മദീന തകരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി നിങ്ങൾ ചിന്തിക്കും, മണിയായി പറഞ്ഞിട്ടുണ്ട് ഉംറാനുൽ ഖുദ്സി ഖറാബു യസ്രിബ വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമാ. മദീന തകർന്നാൽ യുദ്ധം പുറപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് അടുത്ത പ്രശ്നം. 35,000 കോടി ഡോളറിന്റെ ആയുധമാണ് അമേരിക്കയും സൗദിയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്ന സന്ദർഭത്തിൽ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. 35,000 കോടി ഡോളറിന്റെ ആയുധം അമേരിക്ക സൗദിക്ക് നൽകും. 35,000 കോടി ഡോളർ. 35,000 ഡോളറല്ല, 35,000 കോടി ഡോളറിന്റെ ആയുധം നൽകും. സൗദി മുഴുവനും നിരത്തി വെച്ചാലും പിന്നെ സ്ഥലം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അത് മാത്രമായിട്ടുണ്ടാവും. 35,000 കോടി ഡോളറിന്റെ ആയുധം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപുമായി കരാറിൽ ഒപ്പിട്ടു സൗദി ഈ കൊല്ലം. അയാള് ഭരണം ഏറ്റെടുത്തതിൻ്റെ ആദ്യമായി പിന്നെ വന്നത് നേരെ വന്നത് സൗദി അറേബ്യയിലേക്കാണ്. ചിന്തിക്കും. അയാളാകട്ടെ ഏറ്റവും വലിയ ഇസ്ലാമിക വിരോധിയുമാണ്. മുസ്ലിമീങ്ങളെ നമ്മൾ ഇതാ ബുദ്ധിശൂന്യരായി മാറിയിരിക്കുന്നു. മുസ്ലിമീങ്ങളെ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാതെയായിരിക്കുന്നു. മുസ്ലിമീങ്ങളെ കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമായിരിക്കുന്നു. 35,000 കോടി ഡോളറിന്റെ ആയുധം നൽകും അമേരിക്ക സൗദിക്ക് നൽകും. തത്തുല്യമായ ആയുധം അതാ വേണ്ട അതേ പ്രകാരം തത്തുല്യമായ ആയുധം ഖത്തറിനും നൽകും. അയാൾ വന്നു പോയി 3-ാം ദിവസം ഖത്തറും സൗദിയും തെറ്റി. ചിന്തിക്കും. ഇനി ഹദീസ് ഒന്നും കൂടി വായിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ഹദീസ് ഒന്നും കൂടി വായിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ചിന്തിക്ക്. ഉംറാനുൽ ഖുദ്സി, ഖുദ്സിൽ പുതിയ ഭരണ പരിഷ്കാരം ഉണ്ടാകൽ. ഖറാബ് യസ്രിബ, മദീനയും ഹിജാസും അറബ് ലോകവും തകരലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് തകർന്നാലോ? മദീനയും ഹിജാസും തകർന്നാലോ ഖുറൂജുൽ മൽഹമാ, യുദ്ധവും വിപ്ലവവും പൊട്ടി പുറപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. യുദ്ധവും വിപ്ലവവും പൊട്ടി പുറപ്പെടും. ഒരു വിപ്ലവത്തിന്റെ ശൂന്യതയിലാണ് ബഹുമാനപ്പെട്ട മഹദി പ്രത്യക്ഷപ്പെടുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഹാവിപ്ലവങ്ങളുണ്ടാവും. ചിന്തിക്ക്. ഉമ്മു ശരീക്ക് ബീവി മുത്ത് റസൂലിനോട് ചോദിച്ചുവല്ലോ, നബിയെ ദജ്ജാൽ വരുന്ന സാഹചര്യത്തിൽ അറബികൾ പർവ്വതങ്ങളിൽ അഭയം തേടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ.
ദജ്ജാൽ വരുമ്പോൾ അറബികള് പർവ്വതങ്ങളിൽ അഭയം തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മുശരിക്ക ബീബി മുത്തുനബിയോട് ചോദിച്ചു, നബിയെ സ്വല്ലല്ലാഹു മുത്തു മുഹമ്മദ് മുസ്തഫ, വെറുതെ ഇരിക്കല്ല, മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചോദിച്ചു, നബിയെ പർവ്വതങ്ങളിൽ അഭയം തേടിയാൽ ആള് തീരും? അപ്പോൾ പറഞ്ഞു, ഇതുഹും ഖലീൽ, ദജ്ജാൽ വരുന്ന സന്ദർഭത്തിൽ അറബികൾ വളരെ കുറവായിരിക്കും. യുഖ്തലു സബ്അത്തുൻ ഫീ തിസ്ആ, 9 അറബികളിൽ 7 അറബികളെയും അന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ്, എന്തായി കേൾക്കുന്നത്? എന്താണ് ഈ കേൾക്കുന്നത്? പുണ്യ മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്മാരെ, നമ്മളെ കുഴി തോണ്ടാണ്. എന്താണ് ഈ കേൾക്കുന്നത്? ചിന്തിക്ക്, എന്തായി കേൾക്കുന്നത്? നബിയെ, ഈ പർവ്വതങ്ങളുടെ ഉച്ചയിൽ പോയി ഇരുന്നോണ്ട് പ്രശ്നം പരിഹരിക്കും നബിയെ, ബാക്കിയുള്ളവർ എവിടെ ഇരിക്കും? അതിന് റസൂലുള്ള പറഞ്ഞു, അതിന് മക്കളെ അന്ന് അറബികൾ കുറവല്ലേ ഇരിക്കും. ദജ്ജാൽ വരുന്ന കാലഘട്ടത്തിൽ അറബികൾ കുറവായിരിക്കും. ഇതുഹും ഖലീൽ യുഖ്തലു സബ്അത്തുൻ ഫീ തിസ്ആ, 9 അറബികളിൽ 7 അറബികളെ കൊല ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചില ഹദീസ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചില ഹദീസ് അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചില ഹദീസ് ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ സ്വഹീഹാണെന്ന് ലോകം അംഗീകരിക്കുന്ന ഹദീസുകളാണിത്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്. 9. ഇനി നിങ്ങൾ ഹദീസിലേക്ക് വീണ്ടും മടങ്ങി. 2017 എന്റെ 2017 എന്തായാലും അമേരിക്കയും ഇസ്രായേലും 2017 പിടിക്കാൻ കാരണം 7 എന്നതിൽ ജൂതന്മാർക്ക് ഒരു പ്രത്യേക കളിയുണ്ട്. 7 അവർക്ക് 7നെ വലിയ ഇഷ്ടമാണ്. അവർ 7 വിജയം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ്. 1897 സിയോണിസം സ്ഥാപിച്ചത്. AD 1897. 7 അവർക്ക് വലിയ പിടുത്ത. 7, 70 ഒക്കെ അവർക്ക് വലിയ പിടുത്ത. ചിന്തിക്കുന്നു. സ്വിറ്റ്സർലാൻഡിലെ ബാസിൽ തിയോഡോർ ഹഡ്സലും നദാൻ ബിംബോമിന്റെയും നേതൃത്വത്തിൽ ലോകത്തെ ജൂതന്മാർ ഒരുമിച്ച് കൂടിയിട്ട് സ്വിറ്റ്സർലാൻഡിലെ ബാസിൽ എന്ന പ്രദേശത്ത് 1897 സിയോണിസം ഉണ്ടാക്കി. 1897. അതിനുശേഷം 1-ാം ലോക മഹായുദ്ധം വന്നു. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചുയർന്ന് 1917. അതും 7. അതിനുശേഷം 2-ാം ലോക മഹായുദ്ധം വന്നു. 2-ാം ലോക മഹായുദ്ധം 1946 അവസാനിച്ചു. പക്ഷേ ലീഗ് 1946 അവസാനിച്ചുവെങ്കിലും 1947 പ്രഖ്യാപിച്ചു ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വരികയാണ്. 98 അതിന്റെ പൂർണ്ണമായ ഇംപ്ലിമെന്റേഷൻ വരുന്നതെങ്കിലും അതിന്റെ പ്രഖ്യാപനം വന്നത് 1947. അതും 7. അറബികളുടെ 90% ഭൂമികൾ സിറിയയുടെയും മിസ്റിന്റെയും ജോർദാന്റെയും ഒക്കെ ഏകദേശം ലബനാന്റെയും ഏകദേശ ഭൂമികളെല്ലാം ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് 1967. അതും 7. ഒരു 7 മുതൽ കണക്കുണ്ട ജൂതന്മാർക്ക്. 7 അവർക്ക് ബദർ യുദ്ധം പോലെയാണ്. 1967 ഉണ്ടായ യുദ്ധത്തിൽ 6 day war എന്നാ പറയാ. 6 ദിവസം യുദ്ധം ചെയ്തപ്പോഴത്തിന് അറബികളുടെ കയ്യിൽ നിന്ന് ഭൂമിയൊക്കെ അവർ പിടിച്ചെടുത്തു. എന്നാൽ അവർ വളരെ കുറഞ്ഞ ആളെ, 60 ലക്ഷം ആളുകളുടെ താഴെ ഇന്ന് ഔദ്യോഗിക ഇസ്രായേലിലുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്കണം, 10 കോടി മുസ്ലിമീങ്ങൾ ഈജിപ്തിലുണ്ട്, 1 കോടി മുസ്ലിമീങ്ങൾ ജോർദാനിലുണ്ട്, കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ പരിസരത്ത് എല്ലാം ഉണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളെ ചിന്തിക്കണം, ചില്ലറായി ഇസ്രായേലി സമൂഹത്തെ ജയിക്കാൻ അറബികൾക്ക് കഴിയുന്നില്ല. 1967 6 day war അറബികളെ ഏകദേശം ഭൂമി അവർ പിടിച്ചെടുത്തു. ചിന്തിക്കുക. 1897 സിയോണിസം ഉണ്ടാക്കി. 1917 ഡിക്ലറേഷൻ നടത്തി.
1947 വീണ്ടും ഇസ്രായേലിലെ സ്ഥലം അവർ രൂപകൽപ്പന ചെയ്തു. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ അറബികളെ ഭൂമി പിടിച്ചെടുത്തു. 2017 ഈ 2017 ആകുമ്പോഴത്തിന് വേറെയും ഒരു വ്യത്യാസമുണ്ട്. എന്ത്? 1947 ഇസ്രായേലിന്റെ ഭൂമി രൂപകൽപ്പന ചെയ്യുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏകദേശം 70 വർഷമാണ്. 1947 മുതൽ നോക്കിയാൽ 57, 67, 77, 87, 97, 2007, 2017 70 വർഷം. അവിടെയും 7, 70 ഭയങ്കര കണക്കാണ്. ജൂതന്മാർക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. 7 തുടങ്ങിയ വലിയ ലാഭം കിട്ടും. ലോകരാജ്യങ്ങളുടെ മുഴുവനും എതിർപ്പുകൾ ഉണ്ടായിട്ടും 2017 ഇസ്രായേലിന്റെ തലസ്ഥാനം ഖുദ്സിലേക്ക് മാറ്റുമെന്ന് അവർ പ്രഖ്യാപിച്ചല്ലോ. ഇനി ഹദീസ് ഒന്നുകൂടെ വായിക്കേ. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഖറാബ് യസ്രിബ, അങ്ങനെ ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഒരു കാലത്തിൽ മദീന തകരാൻ തുടങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ റബ്ബേ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചരിത്ര തുല്യതയില്ലാതെ എന്തൊക്കെ സംഭവിച്ചു. ഇമാമിന്റെ അവിടേക്ക് കയറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റിലാണ് വലിയ ബോംബുണ്ടായത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നേരെ ഇമാം കയറി പോകുന്ന ഗേറ്റിൽ. അത് മാത്രമല്ല, മദീന തകർന്നാൽ യുദ്ധങ്ങൾ ഉണ്ടാകും, വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടാവും. എന്താണ് ആ യുദ്ധത്തിന്റെ പ്രത്യേകത? ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്താണ് ആ യുദ്ധത്തിന്റെ പ്രത്യേകത? കണ്ണില്ലാത്ത യുദ്ധമായിരിക്കും അറേബ്യയിൽ ഉണ്ടാവുക, ചെവിയില്ലാത്ത യുദ്ധമാകും അറേബ്യയിൽ ഉണ്ടാവുക ആണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. കണ്ണും ഇല്ല, ചെവിയും ഇല്ല. കണ്ണില്ല എന്ന് പറഞ്ഞാൽ ദീനരോധനങ്ങൾ കേൾക്കാൻ ആളുണ്ടാവുകയില്ല, കേൾക്കാൻ ആളുണ്ടാവില്ല, കാണാൻ ആളുണ്ടാവില്ല. ഒരു പക്ഷി പറന്നാൽ പോലും അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പക്ഷിക്ക് കഴിയുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു പക്ഷി പറന്നാൽ ആ പക്ഷിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുകയില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഇതിന് കാരണം? കാരണം രണ്ടായിരിക്കാം. ഒന്ന് ബോംബിങ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, ഒന്നിരിക്കൽ. അല്ലെങ്കിൽ രാസായുധം കൊണ്ട് ശ്വസിക്കുന്ന വായു വിഷമാവുക, ചത്തു വീഴുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനസ്സ് തുറക്കുക, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീസ് ഇങ്ങനെയാണ്, സുലുസുൻ യുഖ്തലു. അറബികളിൽ ദജ്ജാൽ വരുമ്പോഴുള്ള സാഹചര്യം സുലുസുൻ യുഖ്തലു വ സുലുസുൻ യമൂതു ഫ സുലുസുൻ യബ്ഖ. അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അറബികളിൽ മൂന്നിൽ ഒരു വിഭാഗം യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടും. 1/3 വിഭാഗം വിഷവായു ശ്വസിച്ചോ മറ്റോ. യമൂത്തു സുലുസുൻ, 1/3 മരിച്ചു. ഓ യബ്ഖ സുലുസുൻ, 1/3 ബാക്കിയാവും. അതായത് 90 ആളുണ്ടെങ്കിൽ 30 ആള് ശേഷിക്കും, ബാക്കിയൊക്കെ മരിച്ചു. 30 ആള് യുദ്ധത്തിൽ മരിക്കും, 30 ആള് വിഷവായു ശ്വസിച്ചോ മറ്റോ വെച്ചു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. റോമക്കാരുടെ പട്ടാളം മഴ പെയ്യും പോലെ മദീനയുടെ പരിസരത്ത് ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. മഴ പെയ്യും പോലെ വന്നിറങ്ങുക എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. മഴ പെയ്യും പോലെ വന്നിറങ്ങുന്ന സാഹചര്യം നബിയുടെ കാലത്ത് പട്ടാളക്കാരന് ഇല്ല. പട്ടാളക്കാരുടെ സാഹചര്യം അന്ന് ഒന്നിരിക്കൽ കാലാൽ പട്ടാളം അല്ലെങ്കിൽ നാവിക പട്ടാളം, ഒന്ന് വെള്ളത്തിലൂടെ വരും അല്ലെങ്കിൽ കരയിലൂടെ വരും. അങ്ങനത്തെ പട്ടാളെ നബിയുടെ കാലത്തുള്ളൂ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മഴ പെയ്യും പോലെ പട്ടാളം വരുമെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റുകളാണ് പറഞ്ഞത്, പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവിടെ റേറ്റ് പ്രദേശത്ത് വിമാനം കണ്ടുപിടിക്കും, പിന്നെ യുദ്ധത്തിന് വേണ്ടി വിമാനം ഉപയോഗിക്കും എന്നൊക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പറഞ്ഞ എന്താന്ന് മനുഷ്യന്മാർക്ക് അന്ന് മനസ്സിലായില്ല, ഉണ്ടായിട്ടുണ്ടായിക്കോളുന്നില്ല, സാധാരണ ജനങ്ങൾക്കെങ്കിലും മനസ്സിലാവൂല.
ഇന്ന് മഴ പെയ്യും പോലെ പട്ടാളം വന്നിറങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. റോമക്കാർ ആരാണ് ഈ റോമക്കാർ? റോമക്കാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം റോമൻ സംസ്കാരം സ്വീകരിക്കുന്ന നാടുകളാണ്. അത് അമേരിക്ക, ബ്രിട്ടന്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഇതെല്ലാം റോമൻ സംസ്കാരം സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. ചിന്തിക്കുക. ഒരു മഴ പെയ്യും പോലെ അറബ് നാടുകളിൽ വന്നിറങ്ങും. എവിടെയും ശത്രുവിന്റെ താവളങ്ങളും ഒളിത്താവളങ്ങളും ഉണ്ടാവും. മുസ്ലിം സമുദായം രണ്ട് വിഭാഗമായി തീരും. ഒരു വിഭാഗം രണ്ട് വിഭാഗമായി തീരും. മുഅ്മിനീങ്ങളും മുനാഫിഖീങ്ങളും. മുസ്ലിമീങ്ങൾ ഉണ്ടാവും, പക്ഷെ രണ്ട് വിഭാഗമാവും. മുസ്ലിമീങ്ങൾ അന്ന് രണ്ട് വിഭാഗമായിരിക്കും. ഒന്ന് ശത്രുവിനെ ഏണി വെച്ച് കൊടുക്കുന്ന മുനാഫിഖീങ്ങൾ, ഒന്ന് അള്ളാഹുവിനെ പ്രേമിച്ചിട്ട് ഇസ്ലാമിയത്തിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകൾ. പക്ഷേ ഇത് അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ ആ കാലഘട്ടത്തിൽ ചുരുങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുസ്ലിമീങ്ങൾ പേര് മുസ്ലിമീങ്ങളായിരിക്കും. നിസ്കാരം ഉണ്ടാവും, നിസ്കാരത്താമ്പ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നിസ്കാരം ഉണ്ടാവും, നിസ്കാരത്താമ്പ് ഉണ്ടാവും, പക്ഷെ മുനാഫിഖായിരിക്കും. ചിന്തിക്ക്. ശത്രുവിന്റെ രണ്ട് മുഖമുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ അധികരിക്കും. ഒരു മുഖം കൊണ്ട് ഒരു വിഭാഗത്തിന്റെ അടുത്ത് ചെല്ലും, മറ്റേ മുഖം കൊണ്ട് മറ്റേ വിഭാഗത്തിന്റെ അടുത്തും ചെല്ലും. രണ്ട് മുഖമുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ അധികരിക്കും. മുനാഫിഖീങ്ങൾ കൂടും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാതെയാവും. വിശ്വസ്തത ഈ സമുദായത്തിൽ നിന്ന് എടുത്തു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. വിശ്വസ്തത ഇല്ലാത്തവർക്ക് ഈമാൻ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഉണ്ടാവൂല, വിശ്വസ്തത ഉണ്ടാവില്ല. ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളൂല, ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളൂല. ജനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. ഫി അംരിൻ, ഒരു കാര്യത്തിൽ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. എന്നിട്ട് അവർ കാര്യം തീരുമാനിക്കും. എന്നിട്ട് അവർ ആരെ ഏൽപ്പിക്കണം എന്ന് അവർ അന്വേഷിക്കും. ഫലാ യജിദൂന അഹദൻ, ആ കാര്യം ഏൽപ്പിക്കാൻ പറ്റിയ ഒരാൾ ആ കൂട്ടത്തിൽ കിട്ടൂല. ചിലപ്പോൾ ആരെയൊന്നും ഏൽപ്പിക്കാൻ ആളുണ്ടാവില്ല. ആളുകൾ ആ സംഘത്തിൽപ്പെട്ട ആളുകൾ വിളിച്ചോടിക്കും. വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ, ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ, ഒരു വലിയ സംഘം ആളുകൾ ഒരു ഓഡിറ്റോറിയത്തിൽ കൂടിയിട്ട് ഒരു കാര്യം തീരുമാനിച്ചിട്ട് ആഹൃതമായ അവസ്ഥ പറഞ്ഞ അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഇതാണ് ഇനിയുള്ള കാലഘട്ടത്തിന്റെ അവസ്ഥയാണ്. ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരു വലിയ സംഘം ആളുകൾ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. എന്നിട്ട് അവർ കാര്യം തീരുമാനിച്ചു. പിന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കണം. അതിന് വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ ഇല്ല. അപ്പോൾ വിളിച്ചു ചോദിക്കും, അൽഫീക്കും ഫീന അമീൻ, വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ ഈ ഓഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഫലാ യജിദൂന അഹദൻ, വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ ആ വലിയ 1000 ആളോ 500 ആളോ 1500 ആളോ കൂടി ആ മജ്‌ലിസിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ കാണൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പറയപ്പെടും,